ഹലോ ഗൈസ്, നട്ടപ്പാതിരാത്രിക്ക് ഒരു തോന്നൽ കയറി ഓടിയ ഓട്ടവാ വന്ന് നിൽക്കുക. കിളി പോയി ഒന്നും പറയണ്ട ഗൈസ്. തുടരും കണ്ടവരുടെ അഭിപ്രായം എല്ലാം കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ 11:45 നമുക്ക് സിനിമ കാണാൻ രാത്രി പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഉച്ചയ്ക്ക് സീറ്റ് നോക്കുമ്പോൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. പാതിരാത്രിക്കൊക്കെ ആര് കാണാൻ വരാനാന്ന് ഓർത്തോണ്ട് ബുക്ക് ചെയ്യാതെ എൻ്റെ പൊന്നോ പോന്നു. ടിക്കറ്റ് എടുക്കാൻ പാതിരാത്രി ഇവിടെ ചെന്നപ്പോൾ അവിടെ നിന്നവരൊക്കെ ഓർത്ത് കാണും. പഴയ യുഗത്തിൽ നിന്ന് കയറി പോന്നിട്ടില്ലാത്ത ഒരു കിളി പോയത് ഇത് ഏതാണാവോ എന്നൊന്നും പറയണ്ട. ആ ചമ്മൽ മുഖത്ത് വരുത്താതെ നൈസായിട്ട് അവിടെ നിന്ന് പോന്നു. പക്ഷേ പകൽ മുഴുവൻ ഇവരെന്നോട് പറയുന്നുണ്ടായിരുന്നു, അമ്മ ബുക്ക് ചെയ്യാതെ പോകണ്ട, എത്ര തിരക്കുള്ള പടം, അതുപോലെ നല്ല പടമാണെന്നൊക്കെ. ഞാൻ ആര് കാണാൻ ഈ 11:45 അത് ഈ മഴ പിടിച്ച സമയം എന്നൊക്കെ പറഞ്ഞു. അയ്യോ ഇവരെന്നെ ഞാൻ ഓർത്തു ഗൈസ് എവിടെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചു എന്ന്. ആ സങ്കടം തീർക്കാനായിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് പോകുമ്പോൾ ഒരു ഷേക്കൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് നോക്കിയാൽ കണ്ണനൊക്കെ തിരിഞ്ഞുള്ള ഈരിപ്പ് എന്നോടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ചെറുത് മാത്രം എന്നോട് എന്തൊക്കെയോ ഒന്നും മിണ്ടി ഗൈസ്. ബുക്ക് ചെയ്യുമ്പോൾ ചാർജ് കൂടുതൽ, ആ പൈസ നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഇവരിപ്പം എന്നോട് ചോദിച്ചു. പെട്രോളും അടിച്ച് ഇപ്പോൾ ഈ ഷേക്കിനും എല്ലാം ആയിട്ട് ഇപ്പോൾ പൈസ ഒന്നും ചിലവായില്ലല്ലോ, അല്ലേ ബുക്ക് ചെയ്യുമായിരുന്നല്ലോ എന്ന്. അവരുടെ അടുത്ത വീക്കെൻഡ്സിൽ പിടിച്ചതാ നേരം വെളുത്ത പിണക്കം മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് മോസ്കോയിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ മോസ്കോയിൽ ഇവിടെയുള്ള കുട്ടിപ്പട്ടാളം മുഴുവനുണ്ട് ഗൈസ്. ഞങ്ങൾ മോസ്കോയിൽ ചാടാനായിട്ട് ഇന്നലത്തെ സങ്കടം മുഴുവൻ ഞങ്ങൾ ഇന്ന് ഇവിടെ തീർക്കും. ആരുടെ ശല്യം ഇല്ലാതെ ഒരാളവിടെ മീനൊക്കെ പിടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവധി ദിവസങ്ങളെ ആഘോഷകരമാക്കാനായിട്ട് എത്തി ഗൈസ്. മഴ ഇന്നലെ നല്ല തകർത്ത് പെയ്തുകൊണ്ട് നല്ല വെള്ളക്കൂടുതലുണ്ട്. നമ്മുടെ ജിബ്രുക്കുട്ടനും പാമ്പാടിയല്ലല്ലോ ശംഭു എല്ലാം ഉണ്ട്. ചേട്ടനും അനിയനും ഒക്കെ കുളിക്കാൻ വന്നിട്ടുണ്ട്. ദാ നോക്കിക്കേ, രാവിലെ 8:45 തന്നെ ഇവിടെ എത്തി. വെള്ളത്തിനാണെങ്കിലോ നല്ല തണുപ്പ്, എല്ലാം ഇറങ്ങി ഒന്ന് ഓണായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ കുട്ടിപ്പട്ടാളത്തിൻ്റെ പരിപാടിക്ക് തുടക്കം കുറിക്കാനായിട്ട് അപ്പൂസ് ദാ പാലത്തിൽ നിന്ന് ചാടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. വഴിയെ പോകുന്നവരൊക്കെ ഓർത്ത് കാണും മീനെ പിടിക്കാൻ വല്ല തോട്ടായും വെച്ചതാണ്. പെടുപെടുവോ എന്ന് പറഞ്ഞെല്ലാം വീണു. ദാ നോക്കിയേ, 2 കുരുപ്പുകൾ മേനയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചി ഇവിടെ നിന്ന് എണ്ണ എടുക്കുമോ എല്ലാം ഉണ്ടോ നോക്കിക്കണോന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരോടല്ലേ പോകുന്നത്. ഇവിടെ വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് വന്നു. അതേ നോക്കിയേ, കണ്ടാൽ പറയും അത്രയും കുഴിയുണ്ടെന്ന്. അവിടെ ഇത്രയും വെള്ളമായി അവിടെ. ഞാൻ പിള്ളേർക്ക് സമാധാനം കൊടുക്കാതെ എന്തോ കലപ്പിലാ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശംഭുക്കുട്ടൻ അപ്പുൻ്റെ പാമ്പാടി തോളക്കരുത ഇറങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൽ രചന കലക്കിയ പരുവാക്കി വെച്ചിട്ടുണ്ട്. ചാടി മറിഞ്ഞ് ഞങ്ങളൊരു പരുവാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാ 2 പേര് ഇരിക്കുന്നുണ്ടോ, അവർ ഇതുവരെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. ലാസ്റ്റ് സമയത്തേ ഇറക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് നല്ല തണുപ്പുണ്ടേ വെള്ളത്തിന്. ലാസ്റ്റ് പോകാറാകുമ്പോൾ കുറേ നേരം ഇറക്കാമെന്ന് പറഞ്ഞ് ഇരുത്തിയേക്കും. 2 പേര് കാലൊക്കെ വെള്ളത്തിലെത്തിയിരിക്കുക. ജിബ്രുക്കുട്ടൻ ഈ തള്ളക്ക് എന്തോ പിരിപോയിരിക്കുക. ഇന്നലെ സിനിമയ്ക്ക് പോയിട്ട് സിനിമ കാണാൻ പറ്റാത്തതുകൊണ്ടൊക്കെ എൻ്റെ ദൈവം എന്നെ കാണാൻ മുക്കി കൊല്ലുമോ, നീന്തി കയറിയേക്കാന്ന് പറഞ്ഞ് പടുപെടാൻ നീന്തുന്നു. പോകാറാകുമ്പോൾ കുളിപ്പിക്കാമെന്ന് ഓർത്തോണ്ട് കുളിപ്പിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കുളിപ്പിച്ചാലും പോയി കിടന്നു ഉരുളും. നോക്കിയാൽ പാമ്പാടി നീന്താൻ ഇറങ്ങിയിട്ടുണ്ട്. പാമ്പാടി എന്ന് എപ്പോഴും പറയുന്നത് ശംഭുക്കുട്ടൻ നീന്താൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഗൈസ് പറയാൻ മറന്നുപോയി. ഇന്നലെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കുള്ള 4 ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് ഇന്നും രാത്രി 11:45 പോയി കാണാനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്.
എനിക്കെന്തോ എടുത്ത വീഡിയോസ് ഒന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നില്ല. കുട്ടികളെല്ലാം ഇങ്ങനെ ചാടുന്നതൊക്കെ കണ്ടിട്ട് അവരുടെ അവധിക്കാലം അവർ ആഘോഷിക്കുമല്ലേ. നമ്മുടെ ജിബ്രുക്കുട്ടനും ശംഭുക്കുട്ടനും ഒക്കെ വെള്ളത്തിൽ നീന്തിയിട്ടിരിക്കുമല്ലോ, വിശക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വരാനായിട്ട് പോകുന്നതാണേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കയറിപ്പോക്ക ഭയങ്കര പാട്. അവിടുന്ന് വലിയ വാക്കൊക്കെ പറഞ്ഞു വരും, പിന്നെ കയറി വേലന്നേ ഉള്ളത്. എന്തിനും പിള്ളേരെ പറയാതെ വലിയവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ജിബ്രുക്കുട്ടനും ശംഭു ഇതാ ബിസ്ക്കറ്റൊക്കെ തിന്നുവാണ്. രണ്ടുപേരോട് ഉരുണ്ട് പിടിച്ച് കടിയോ കളിയൊക്കെ ആയിരുന്നു. കടിയല്ല, രണ്ടുപേരോട് കളിക്കുമായിരുന്നു. എന്നിട്ട് ഒരാൾ താഴെ പോവുകയൊക്കെ ചെയ്തേ. അവർ ഓർത്ത് കാണുമോ ഇങ്ങനെ പിന്നെയും കാണാൻ പറ്റുമെന്നല്ല. ഇത്ര അടുത്ത വീട്ടിലായോണ്ടല്ലോ ഇവർക്ക് രണ്ടിനും പിന്നെയും കാണാൻ പറ്റുന്നേ. ഞാനാണെങ്കിൽ കുറേ അലക്കാനൊക്കെ വാരി കെട്ടിയാ വന്നേ. അതൊക്കെ വണ്ടിയെ തന്നെ ഇരിക്കും, ഇങ്ങോട്ട് എടുത്തിട്ട് പോലും ഇല്ല. ഇതാ ഇവിടെ ഒരാൾക്ക് ഇച്ചിരി പേടി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അപ്പു ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെയായിരുന്നു. കുറച്ച് സമയം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തണുക്കും, കയറും, പിന്നെ ഇറങ്ങും. ഇപ്പം ഫുൾ ടൈം വെള്ളത്തിലാണല്ലോ എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. ചെറിയ ആൾക്ക് ഇച്ചിരി ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പം പോകാറൊക്കെ ആയപ്പോഴത്തേന് ഇതാണ്ട് ആള് വെള്ളമൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വന്നു. കുട്ടിപ്പട്ടാളത്തിൻ്റെ ട്രെയിൻ വരുന്നുണ്ടേ, നോക്കിക്കണേ ഗൈസ്, ദാ വരുന്നു. അയ്യോടാ, ദാണ്ട് കിടക്കുന്നു പൊട്ടിപ്പൊളിച്ച് അവരുടെ ട്രെയിന്. ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പ് വറ്റി കിടക്കുന്നുണ്ടോ രണ്ടുപേരെ. ഇതാ അങ്ങനെ ഇത്രയും നേരം പറയുന്നതും കേട്ട് കരക്കിരുന്ന് രണ്ടുപേരെ നമ്മൾ വെള്ളത്തിലേക്ക് ഇതാ ഇറക്കിയേ. ഇതാ അവരെയും കൊണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് നമ്മുടെ ജിബ്രുക്കുട്ടന് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ഇപ്പൊ ഇറങ്ങണം വെള്ളത്തിന്. അതിനവിടെ ഒന്ന് അലയ്ക്കുന്ന കേട്ടോ. അങ്ങനെ അവരോട് 10:30 കയറണമെന്ന് പറഞ്ഞു. 10:15 പറഞ്ഞേക്കുന്നത്. 10:30 എന്താണേലും ഇവിടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കലാശക്കൊട്ടായ ഗായ്സ് എല്ലാവരും ഇതാ ഒന്നുകൂടെ വെള്ളത്തിലൊക്കെ ചാടിയിട്ട് ഞങ്ങൾ പതിയെ കയറി പോവാണേ. ചെന്നിട്ട് വേണം ഇനി കുറച്ച് തുണി എനിക്ക് കഴുകിയിടാനും. പിന്നെ നമുക്ക് വൈകിട്ട് പോകണ്ടേ നമ്മുടെ തുടരും കാണാന്. ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണ്. വീട്ടിൽ അലക്കാതെ ഇരുന്നിട്ടുണ്ട്, തോട്ടിൽ പോയിട്ട് അലക്കാതെ തിരിച്ച് വീട്ടിൽ വന്ന് അലക്കുന്ന ഒരു കാര്യം ആദ്യമായിട്ടാണ് എൻ്റെ ഗൈസ്. നല്ല മഴയൊക്കെ കയറി വരുന്നുണ്ട്, അപ്പോൾ കുളിച്ച് കയറട്ടെ.
ഇവിടെ കിടന്ന് ധൃതി വെച്ചുകൊണ്ടിരിക്കുക. ഒരു 10-10:30 ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് 11:45 സിനിമ കാണാനായിട്ട്. അതും ബുക്ക് ചെയ്തിട്ടിട്ട് പോലും പിള്ളേരങ്ങ് തിരക്കാ, വേഗം ഇറങ്ങണേ എന്ന് പറഞ്ഞ് ഇന്ന് വെയിലും കാണാൻ പറ്റണമെന്ന് പറഞ്ഞു. ബുക്ക് ചെയ്തിട്ടൊന്നും അവർക്ക് സമാധാനമില്ല, അവർക്ക് നേരത്തെ പോയി അവിടെ ഇരിക്കണം. അപ്പോൾ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ ഗൈസ്. വലിയൊരു സിമ്പിൾ അടിച്ച സൗണ്ട് കേട്ടോ ഗൈസ്. പാത്രം താഴെ പോയതാണേ. അങ്ങനെ ഇവിടെ എത്തി ഗൈസ്. നോക്ക് 11:45 നല്ല നട്ട പാതിരാത്രിക്ക് ആരും കാണത്തില്ല എന്ന് പറഞ്ഞു. നോക്കിയേ എന്താ ആളെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഞങ്ങൾ ഇരിപ്പുണ്ട്. ഇതൊന്നുമല്ല ഗൈസ്, ഇനി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പം വലിയ തിരക്കാവുന്നതിന് പെട്ടെന്നൊന്ന് വീഡിയോ എടുത്ത് പോയതാണേ. എൻ്റെ ഗൈസ് അടിപൊളി പടമായിരുന്നു. എത്രയാണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇറങ്ങി വരുമ്പോൾ ഒരു ചങ്കിനകത്ത് ഒരു കുത്തിപ്പറിക്കൽ ഒരു ഭാരവും ഒക്കെ ആയിട്ട് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. എനിക്ക് അങ്ങനെ ആയിരുന്നു കേട്ടോ. എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ ബൈ ഗൈസ്.